എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ സുധീർ കബീർ. നമ്മൾ നിലവിൽ നമ്മുടെ ചാനലിലൂടെ നിരവധി ആൾ ദൈവങ്ങളെയൊക്കെ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ ദൈവങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും തോന്നുന്നത് എന്തോന്ന് ആൾ ദൈവം, അവരൊന്നും അങ്ങനെ ദൈവമാണെന്ന് പറയുന്നില്ലല്ലോ എന്നാണ്. പക്ഷെ അവരൊക്കെ യുഗ പുരുഷന്മാരാണെന്നാണ് അവകാശപ്പെടുന്നത്. നമ്മളെല്ലാ അവതാരങ്ങളും ചേർന്നാണ്. തീർച്ചയായും ഞാനത് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. സുമ ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഒരാളാണ് നന്ദി, താങ്ക്സ് എന്ന് പറഞ്ഞത് ഞാന് വർക്ക് ചെയ്യുന്നവരോട് മാത്രം പറയുന്ന ഒരു കാര്യമാണ് വർക്ക്. അപ്പൊ ചെറിയ പണി സുമ ചെയ്തത് കൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാത്തിന്റെ ആണ്. ബ്രഹ്മ, വിഷ്ണു, ശിവൻ, എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ അവധൂതന്മാരുടെയും എല്ലാത്തിന്റെയും ആകെത്തുകയാണ് നമ്മൾ. അവരിലൂടെ മാത്രമേ ബാക്കിയുള്ള ദൈവത്തിലേക്ക് എത്താനുള്ള മാർഗം കിട്ടത്തുള്ളൂ. അവരുടെ ഹ്യൂമൻ ടെക്നോളജികൾ വഴി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന കുറെ തള്ളു അത് നമ്മൾ പൊളിച്ചുകൊണ്ടിരുന്നതാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അത്തരം വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കുറച്ച് ദിവസങ്ങളല്ല, മാസങ്ങളായി ശരിക്കും പറയുന്നാൽ. കാരണം ഞാൻ എൻ്റെ തിരക്കുകളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോലിയും കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ള ആ തിരക്കുകളിൽ പെട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ബിയോണ്ട് മായ എന്ന് പറയുന്ന ഒരു വലിയ തള്ളലുമായിട്ട് വീണ്ടും വന്നേക്കാണ്. അതിൽ തന്നെ ഈ ലോകമുണ്ടായ സമയം, മനുഷ്യനുണ്ടായ സമയം എന്നൊക്കെ പറയുന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. സത്യം എന്ന് പറയുന്ന ട്രൂത്ത്, അതിന് സയൻസ് തരുന്ന ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള തെളിവുകളുണ്ട്. വിശ്വാസം എപ്പോഴും സബ്ജക്റ്റീവ് ആണെങ്കിൽ സയൻസ് എപ്പോഴും ഒബ്ജക്റ്റീവായ മാറ്ററുകളെ റിലേറ്റ് ചെയ്ത് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അതിന് അവിടെ ഇന്നത് നടന്നു എന്ന് പറയണമെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ഫിസിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് അവിടെ അവശേഷിച്ചിട്ടുണ്ടാവണം. അത്തരത്തിൽ മാത്രമേ നമുക്ക് ആ കാര്യം അവിടെ നടന്നു, സംഭവിച്ചു എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ സയൻസ് പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് 1380 കോടി വർഷങ്ങളാണ് ആയിട്ടുള്ളത് എന്നാണ്. പ്രപഞ്ചമാണ് കേട്ടോ. അതിൽ തന്നെ ഹോമോസാപ്പിയൻസ്, നിയാൻഡർതാൽ എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കുറെ മനുഷ്യന്റെ കുറെ സെറ്റപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന് സയൻസ് പറയുന്നത് ഒരു ഇവല്യൂഷനിലൂടെ, പരിണാമത്തിലൂടെ മനുഷ്യൻ ഉണ്ടായി എന്ന് തന്നെയാണ്. അതിനുള്ള പല തെളിവുകളും മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ട് എന്നുമൊക്കെ സയൻസ് പറയുമ്പോൾ എന്താണ് മനുഷ്യന്റെ ശാരീരികമായ അവസ്ഥകൾ, അല്ലെങ്കിൽ അതിനെ എത്രത്തോളം നമ്മൾ മുന്നേറി വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാനിവിടെ മതങ്ങളെ കുറിച്ചോ വിശ്വാസങ്ങളെ കുറിച്ചോ ഒന്നുമല്ല സംസാരിക്കുന്നത്, സയന്റിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യത്തില് സയൻസ് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു സ്പീഷ്യസ് ഈ ഒരു രീതിയിലേക്ക് ഡെവലപ്പായിട്ട് ഏകദേശം ഒരു 3 ലക്ഷം വർഷമായിട്ടുള്ളതാണ്. പക്ഷെ എന്നാൽ ബിയോണ്ട് മായ എന്ന ഈ തള്ളലിലൂടെ ദൈവത്തെ കണ്ടെത്താം, ആത്മാവിനെ കണ്ടെത്താം, ആത്മാവിന്റെ എനർജി എന്നൊക്കെ പറയുന്ന കുറെ സംഭവങ്ങളെ കുറിച്ച് ഈ ഷൈൻ മുഹമ്മദ് SM എന്ന് ഓമന പേരിൽ പല ആളുകളും വിളിക്കുന്ന ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ പച്ചയ്ക്ക് അബദ്ധങ്ങളാണ്. ഒന്നും തന്നെ നമുക്ക് അയാളുടെ മീറ്റിംഗിൽ കയറിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തോ ഈഗോയാണ്, പൊട്ടനാണ് എന്ന് വിളിക്കും. കാരണം എന്താ, യുക്തിപൂർവ്വം ചോദ്യം ചോദിക്കുന്നവനെ ഇത്തരം ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഇയാളുടെ ചോദ്യത്തിന്റെ ഉത്തരവും ചോദ്യവും ഒക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം, ഇയാൾ പറയുന്നത് എന്താണെന്ന്. അപ്പൊ ആദ്യത്തെ ആ ചോദ്യം ഹോസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് കേട്ടോ. അദ്ദേഹം ചോദിക്കുന്ന അതിനുള്ള ഇയാളുടെ ഉത്തരം അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. തീർച്ചയായും, അതായത് ഹ്യൂമൻ ടെക്നോളജിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു ശരിയൊക്കെ തോന്നും, 3 ലക്ഷം കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ഹ്യൂമൻ ടെക്നോളജി എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടായിട്ട് ഇയാൾ പറയുന്ന 3 ലക്ഷം കോടി വർഷങ്ങളായി എന്നാണ്. വല്ലാത്ത ജാതി കോമഡിയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ പ്രപഞ്ചം കോസ്മോളജി അനുസരിച്ചിട്ട് ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് 1380 കോടി വർഷമായിട്ടുള്ളൂ. അപ്പൊ ഈ 3 ലക്ഷം കോടി വർഷം എന്തോന്നിടവും പോയി. ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് സ്കൂളിൽ പോയ ഒരു പരിജ്ഞാനം വെച്ചിട്ടെങ്കിലും സംസാരിക്കണം. മതങ്ങൾ ഉണ്ടായിട്ട് 3000-ൽ ഏറെ വർഷങ്ങളായിട്ടുള്ളൂ മതങ്ങൾ ഉണ്ടായിട്ട്. മനുഷ്യനുണ്ടായിട്ട് 3 ലക്ഷത്തോളം വർഷങ്ങളായിട്ടുണ്ട് എന്ന് സയൻസ് പറയുന്നു. പ്രപഞ്ചം ഉണ്ടായിട്ട്, പ്രപഞ്ചം ദ ഗാലക്സി, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ട് 1380 കോടി വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതായത് 13.8 ബില്യൺ ഇയേഴ്സേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് 217 ഇരട്ടി കൂടുതലാണ്. 217 ഇരട്ടി. എത്ര പൂജ്യം ഇടണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 3 ലക്ഷത്തിന്റെ കൂടെ 3 ലക്ഷം കോടി ആകണമെങ്കിൽ എത്ര പൂജ്യം ഇടേണ്ടി വരും എന്ന് നിങ്ങൾ തന്നെ കണക്കൂട്ടുക. അപ്പൊ തന്നെ ഇയാൾക്ക് ആ കാര്യത്തിൽ യാതൊരു ധാരണയും ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
പിന്നെ ആരാണ് ഷൈൻ മുഹമ്മദ്? ഷൈൻ മുഹമ്മദിന്റെ മുൻപിലത്തെ ചരിത്രമൊക്കെ ഞാൻ കുറേയൊക്കെ പഠിച്ചതാണ് നേരത്തെ തന്നെ. ഇയാളുടെ ഉദ്ദേശം പണം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. കാരണം അദ്ദേഹം നമ്മുടെ വിപിൻ രാജ് സാറിന്റെ മീറ്റിങ്ങുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പങ്കെടുത്ത സമയത്ത് എന്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. ഒരു കഥ ഞാനങ്ങ് ഉണ്ടാക്കും. ഞാൻ ആ കഥ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് MMT എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേറ്റന്റും ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും എടുത്തിട്ടുണ്ട്. ഞാനത് സൂപ്പർ ഒരു മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് ഫൗണ്ടഡ് ബൈ ഷൈൻ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാറ് പറഞ്ഞു തന്നത് ഒരു കഥയാക്കി മാറ്റി. അന്ന് ശ്രീ വിപിൻ രാജ് പറഞ്ഞ പല കാര്യങ്ങളെയും കഥയാക്കി മാറ്റി പേറ്റന്റ് എടുത്ത് വിൽക്കും എന്ന് പറഞ്ഞയാളാണ് ഇന്ന് പാവം മനുഷ്യരോട് കഥ പറഞ്ഞ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. യഥാർത്ഥത്തിൽ ഷൈൻ മുഹമ്മദിന്റെ കൂടെയുള്ള പാവ മനുഷ്യരൊക്കെ വിചാരിക്കുന്നത് ഷൈൻ മുഹമ്മദ് അവരെയൊക്കെ ദൈവത്തിലേക്ക് എത്തിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു എന്നാണ്. പക്ഷെ ഒരു വർഷത്തിന് മുൻപ് വിപിൻ രാജ് സാറ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ കൃത്യമായി ഷൈൻ പറയുന്നുണ്ട്, മൈൻഡ് മാപ്പിംഗ് ടെക്നിക് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ അറിവുകൾ വിൽക്കാൻ പോവുകയാണ്. ഒരു മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് ഫൗണ്ടഡ് ബൈ ഷൈൻ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാറ് പറഞ്ഞു തന്നത് ഒരു കഥയാക്കി മാറ്റി. അതിനെ അയാൾ അന്ന് പേരിട്ട് വിളിച്ചത് MMT എന്നാണ്. ഇന്ന് നിങ്ങൾ കാണുന്നതും മിറാക്കിൾ മിഷൻ ട്രാവൽ എന്ന പേരിലേക്ക് അയാളുടെ ബിസിനസ് ഐഡിയയെ ഒന്ന് മാറ്റി എന്ന് മാത്രമാണ്. ആ വീഡിയോ ക്ലിപ്പും നിങ്ങൾക്ക് കാണാം. MMT എന്ന് അന്ന് അയാൾ വിളിച്ചത് മൈൻഡ് മാപ്പിംഗ് ടെക്നിക് എന്നായിരുന്നെങ്കിൽ ഇന്ന് അയാൾ അതിനെ മിറാക്കിൾ മിഷൻ ട്രാവൽ എന്ന് മാറ്റി എന്ന് മാത്രമാണ് സത്യം. ഇതിലൊക്കെ ഇരകളാകുന്നത് ആരാണെന്ന് അറിയാമോ? പാവം വിശ്വാസികളായ മനുഷ്യർ. കണ്ടീഷനിങ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെറുപ്പം മുതലേ പല കാര്യങ്ങളും പല വിശ്വാസങ്ങളും ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ, ഞാൻ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ പല വിശ്വാസങ്ങളും നമ്മൾ പോലും അറിയാതെ കണ്ടീഷൻ ചെയ്താണ് സമൂഹമാണ് നമ്മുടെ ഈ മുന്നിലേക്ക് പോയിരിക്കുന്ന എല്ലാ സമൂഹവും. പണ്ട് ഇരുട്ടിനെ പേടിച്ചിരുന്ന സമൂഹമാണ്, അല്ലെങ്കിൽ പണ്ട് ഇരുട്ടിൽ മാടനും മറുതയും യക്ഷിയും ഒളിച്ചിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹമാണ്, ഉറപ്പാണ്. പക്ഷെ ഇന്ന് ടെക്നോളജി ഇത്രയും അപ്ഗ്രേഡ് ആയി നമ്മുടെ കണ്ണിന്റെ അതേ ടെക്നോളജി ഉപയോഗിക്കുന്ന ക്യാമറകളിൽ ഇവയൊന്നും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവയൊന്നും തെളിയിക്കപ്പെടുന്നില്ല. പലപ്പോഴും സൈക്കോളജി പഠിച്ച ആളുകൾക്ക് ഇത്തരം ട്രാപ്പുകളിലേക്ക് പോയി പെടുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ചിന്തിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സയന്റിഫിക് ടേംസ് ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെ ഞാനൊരു വിശ്വാസത്തെക്കുറിച്ചോ ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ചല്ല. പക്ഷെ ഇവിടെ വിശ്വാസമുള്ള പാവ മനുഷ്യരെ, അത് എല്ലാ മതത്തിലെ, അതാണല്ലോ അതിൻ്റെ ഒരു ലോജിക്, എല്ലാ മതത്തിലെയും കുറെ ആളുകളെ എടുത്തിട്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് മാസവരി ഭരിക്കുക. പുള്ളി സെറ്റപ്പാ. അങ്ങനെയാണ് ഇപ്പൊ പുള്ളി പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1000 പേരിൽ നിന്നും 300 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും 3 ലക്ഷം രൂപ അയാൾ ഒരു മാസം റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഈ മാസവരി ഇല്ലാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അത് ആ പണമാണ് അയാളുടെ ലക്ഷ്യം, അല്ലാതെ വേറൊന്നുമല്ല. അത് ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ തന്നെ കമ്മിറ്റ് ചെയ്യുകയാണ്. ബിയോണ്ട് മായ എന്ന വീഡിയോയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചെടുക്കും. അതിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇയാൾ തള്ളുന്ന 3 ലക്ഷം കോടി വർഷം എന്നുള്ളത് തന്നെ അബ്സല്യൂട്ട്ലി ബ്ലണ്ടറാണ്. ഒരു പൊട്ടനായ മനുഷ്യൻ പോലും പറയാത്ത, വിദ്യാഭ്യാസമുള്ള പൊട്ടനായ മനുഷ്യൻ അങ്ങനെ വേണം പറയാത്ത വാക്കുകളാണ് 3 ലക്ഷം കോടി വർഷം എന്ന് പറയുന്നത്. അപ്പൊ ഇനി വേണേ പറയാം അത് നാവിന്റെ പിഴയാണ്. നാവ് പിഴയ്ക്കരുത് ബായി. നിങ്ങൾ ഇത്ര അറിവുള്ള ആളല്ലേ, 10,500 പേരെ ക്ലാസ് എടുക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ നാവ് പിഴയ്ക്കരുത്. നിങ്ങൾ പറയുന്നത് കുറെ പേര് കേൾക്കുന്നുണ്ടല്ലോ, അവരെ വിഡ്ഢികളാക്കുമ്പോൾ ആ വിഡ്ഢികളായ മനുഷ്യരുടെ തലച്ചോറിലേക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു പോയിന്റ് ആ ഒരു വീഡിയോയിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ അടുത്തടുത്ത ബ്ലണ്ടറുകളായിട്ട് നെക്സ്റ്റ് വീഡിയോസ് ഓരോന്നായിട്ട് ഞാൻ ചെയ്ത് പൊളിച്ചു തരാം അവന്മാരുടെ പോഡ്കാസ്റ്റിനെ. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഒരു നോ പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അല്ലെങ്കിൽ അതങ്ങനെ ചെയ്താൽ പറ്റില്ല, അതങ്ങനെ ചെയ്താൽ ശരിയാവില്ല, നിങ്ങൾ ഇങ്ങനെ നേരത്തെ ചെയ്തിട്ടുള്ളതല്ലേ എന്നൊക്കെ നമ്മൾ കണ്ടെത്തി അങ്ങോട്ട് പറയുമെന്ന് ഭയമുള്ളപ്പോൾ അവർ ആ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറയും ഇതൊക്കെ എൻ്റെ പഴയ ജീവിതമാണ്. സാർ 1.5 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം എനിക്ക് ഒന്നും അല്ലായിരുന്നു ശരിക്കും. രണ്ടാമത്തെ ടേണൊക്കെ വന്നു കഴിഞ്ഞപ്പോ 2 ലക്ഷം പറയുമ്പോഴും എനിക്ക് ആ ഫീസ് പറയുമ്പോഴും ഞാൻ അന്ന് പറഞ്ഞിരുന്നു എനിക്കതൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ മാറ്റങ്ങളിൽ നമുക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളതാണ് അതിനകത്ത്. ഞാനിപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി വേറെ ജീവിതമാണ് ഞാനിപ്പോൾ അന്വേഷിക്കുന്നത്, കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാധനമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന്.
എന്താണ് സുഹൃത്തുക്കളെ അത്? 7 കോടിയിൽ നിന്നും 10 ലക്ഷം രൂപ പോലും ക്ലാസ്സിന് കോഴ്സിന് ഫീസ് കൊടുത്ത് പഠിക്കാൻ തയ്യാറാകുമെന്ന് പറഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണ് മാറുക? എന്റെ വീട്ടിലുള്ളവർ, എന്റെ വൈഫ് വരുന്നുണ്ട് പ്രോഗ്രാമിന്. വൈഫ് ഒരു അത്ഭുതപ്പെട്ടിട്ട് നിൽക്കുകയാണ്. കാരണം 2023 പ്രോഗ്രാമിന് ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തായിരുന്നു, റീചാർജ് 2023. വൈഫ് ഒരു അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം വൈഫ് ഇപ്പൊ പറയണ അടുത്തൊരു സ്ഥലം വാങ്ങുക, ഇപ്പൊ ഇന്ന് നമുക്ക് പൈസ വരും അടുത്ത് ചെയ്യുക. കാരണം ഓൾറെഡി ഞാനൊരു സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്, വീണ്ടും ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് വരും എന്നുള്ള, കാരണം അതിനനുസരിച്ചുള്ള ബിസിനസ്സുകളും അവസരങ്ങളും എല്ലാം നമുക്ക് അടുത്തടുത്ത് കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ചിന്തിക്കുക, നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് അയാളോടൊപ്പം നിങ്ങൾ തുടരുന്നതും തുടരാതിരിക്കുന്നതും എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അയാളുടെ ഭാര്യയുമായി സംസാരിച്ച കാര്യങ്ങൾ, ഇനിയും എനിക്ക് സ്ഥലം വാങ്ങാനുണ്ട്, ഇനിയും എനിക്ക് പലതും ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞത് 1 വർഷത്തിന് മുമ്പാണ്. വെറും 1 വർഷത്തിന് മുമ്പ്. 1 വർഷം കൊണ്ട് ഒരു മനുഷ്യനിൽ ഭയങ്കരമായ ആത്മീയ മാറ്റം വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളൊക്കെ പോയി വീഴുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, അയാളിൽ എന്ത് മാറ്റമാണ് വന്നത്? അയാൾ ഇപ്പോഴും സ്ഥലം വാങ്ങാൻ വേണ്ടിയാണ് ഫൗണ്ടർ മെമ്പർ എന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി പല സ്ഥലത്തും സ്ഥലങ്ങൾ വാങ്ങുന്ന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതെന്നും കൂടി നിങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും നിങ്ങൾക്ക് നേട്ടത്തിന് വേണ്ടിയല്ല. കാരണം ഞാൻ പഠിച്ചിടത്തോളവും മനസ്സിലാക്കിയിടത്തോളവും ഇയാളോടൊപ്പമുള്ള ആളുകളിൽ പല ആളുകളും 40-ന് മുകളിൽ പ്രായമുള്ള ആളുകളാണ്. അയാളും 40-ന് മുകളിൽ പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നാസിഫിനെ ഒരു പിൻതലമുറക്കാരനായി അവതരിപ്പിക്കുവാനായിരിക്കും നെക്സ്റ്റ് ലെവൽ എക്സിക്യൂഷൻ. കാരണം ബിസിനസ്, അതിനൊരു അനന്തരാവകാശി വേണ്ടേ?